അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവീസ് ആനുകൂല്യങ്ങളൊക്കെ അപേക്ഷിക്കപ്പെടുന്ന സമയമാണ്. സർവീസ് ആനുകൂല്യം നമ്മൾ അപേക്ഷിക്കുന്നതിന് സാധാരണ നമ്മൾ SKJMCസിൻ്റെ മുഅല്ലിം എന്ന സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആക്കിയിരുന്നത്. ഇന്നലെ വന്ന അപ്ഡേഷന് പ്രകാരം മുഅല്ലിം എന്ന പോർട്ടൽ അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. SKIMVB മുഅല്ലിം പോർട്ടലിൽ ചെന്നിട്ട് അതിലാണ് നമ്മളിനി ഇതിൽ കിട്ടിയിരുന്ന നിക്കാഹ്, അതുപോലെ സർവീസ് ആനുകൂല്യം, പ്രസവ സഹായം ഒക്കെ അതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ ഓപ്പൺ ആക്കിയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ SKIMVBൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SKIMVBൻ്റെ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ മദ്രസ സൈറ്റിൻ്റെ പോർട്ടലാണ്. അപ്പോൾ അതിൽ MSR ക്യാപിറ്റൽ അടിച്ച് നമ്മുടെ MSR നമ്പർ അടിച്ച് പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സൈറ്റ് ഓപ്പൺ ആക്കാൻ കിട്ടും. ഇനി അങ്ങനെ ഓപ്പൺ ആക്കാൻ പാസ്വേഡ് മാറിയവരാണെങ്കിൽ നമുക്ക് ഇവിടെ അടിയിൽ ഫോർഗെറ്റ് പാസ്വേഡ് ഉണ്ട്. അവിടെ ലോഗിൻ ID MSR അടിക്കുക, MSR ക്യാപിറ്റൽ അടിക്കുക, സ്പേസ് ഇടാതെ നേരത്തെ കണ്ടതുപോലെ MSR നമ്പർ അടിക്കുക, ഫോൺ നമ്പർ അടിക്കുക, റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിലേക്ക് OTP വരും. ആ OTP ഉപയോഗിച്ചുകൊണ്ട് പുതിയ പാസ്വേഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. MSRൻ്റെ സൈറ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടി. ഇത് നമുക്ക് നിലവിൽ മുമ്പ് ഉണ്ടായിരുന്ന സൈറ്റ് തന്നെയാണ്, പക്ഷെ അതിലേക്ക് ഒരുപാട് ഓപ്ഷനുകൾ എക്സ്ട്രാ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം SKJMCC സർവീസ് എന്ന് കാണാം. ഫുൾ പ്രൊഫൈൽ ഉണ്ട്. ആ ഫുൾ പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ വാങ്ങിയ ആനുകൂല്യം, മറ്റ് റേഞ്ച് പങ്കെടുത്ത കാര്യങ്ങൾ ഒക്കെ നമുക്കതിൽ കാണാൻ കഴിയും. നമുക്ക് വേണ്ടത് SKJMCC സർവീസാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ സാലറി ഷെയർ ഉണ്ട്, പ്രസവ സഹായം, നിക്കാഹ്, സർവീസ് ആനുകൂല്യം ഓരോന്നും നമുക്ക് വേണ്ടതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സർവീസ് ആനുകൂല്യമാണ് ആവശ്യമുള്ളത്. അപ്പോൾ സർവീസ് ആനുകൂല്യം എന്നതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സർവീസ് ആനുകൂല്യത്തിൻ്റെ ഓപ്ഷൻ നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുമ്പ് വാങ്ങിയ ഡീറ്റെയിൽസുകൾ, പെൻഡിങ് ഉള്ളത് അല്ലാത്തതൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അതിൻ്റെ സംഖ്യയും മറ്റുമൊക്കെ കാണാൻ കഴിയും. ഇവിടെ മേൽഭാഗത്ത് ന്യൂ ആപ്ലിക്കേഷൻ, ഈ ന്യൂ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യ വേണ്ട ഡീറ്റെയിൽസുകൾ അതിലുണ്ടാകും. അതിന് പുറമെ നമ്മുടെ മദ്രസ നമ്പർ, മദ്രസൻ്റെ SBB നമ്പർ നമുക്ക് ആഡ് ചെയ്യണം. അതേപോലെ SKSSFൻ്റെ നമ്പർ ആഡ് ചെയ്യണം. യൂണിറ്റിൻ്റെ പേര് എഴുതണം. ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ വർഷം അതിലെഴുതണം. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം കുടുംബം, കുരുന്ന്, അതിൻ്റെയൊക്കെ ബില്ലിൻ്റെ നമ്പർ അതിൽ ചേർത്തണം. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചേർത്ത്, അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കാം. ഇത്രയാണ് നമുക്കിതിൽ സർവീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള രീതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും.